ഇന്നിപ്പോൾ ദാ രണ്ടും കൂടെ വന്ന് ഈ ചിരിച്ച് നിൽക്കുന്ന നിപ്പ് എന്താണെന്നറിയോ? രണ്ടും കൂടെ ഒരു കല്യാണ റിസപ്ഷന് പോയി തിരിച്ച് വന്ന് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ. പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു പോക്കായിരുന്നു. തിരിച്ച് വന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മക്കൾക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ അത് പറയുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. നമ്മൾ വീടിനടുത്തുള്ള സ്ഥലത്തൊന്നുമല്ല, നമ്മൾ പുലാപ്പറ്റയിൽ നരിയമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് കരിമ്പാലയിൽ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ കല്യാണ റിസപ്ഷൻ. കല്യാണം ഇന്നലെയായിരുന്നു, ഇന്ന് റിസപ്ഷനും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നല്ല മഞ്ഞ് വീഴുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ അല്ലേ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളും അതുപോലെ അവിടെ ഒരു സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുലാപ്പറ്റക്കാരുമായിട്ട് വീണ്ടും കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഒരുപാട് പേരുമായിട്ട് നമ്മൾ സന്തോഷ വർത്തമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി. എന്തായാലും സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു ന്യൂ മോഡലുള്ള ഒരു ഡെക്കറേഷൻ തന്നെയായിരുന്നു. കല്യാണമൊക്കെ നല്ല അടിപൊളി വൈബ് കല്യാണമായിരുന്നു. പക്ഷേ നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിയേട്ടൻ ഇന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, ലീവല്ല. ആളൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ച് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഹരിയേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. ആൾ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. ആളുടെ കൂടെ ആളുടെ ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ മലയാളം സോങ്സ് ആയിരുന്നു അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഞങ്ങൾ വരുന്നത് വരെയും പഴയ മലയാളം സോങ്സാണ് അവർ പാടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം വളരെ മനോഹരമായിരുന്നു. നമുക്ക് കേട്ടിരിക്കാൻ തന്നെ നല്ല വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റിസപ്ഷൻ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവവധൂവരന്മാർ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എത്തും. അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഇവർ പറയുന്നത് ഇവരെത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ അവരും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. കൂട്ടത്തിൽ നല്ല അവരുടെ റിലേറ്റീവ്സൊക്കെ നല്ലൊരു ഡാൻസും കാഴ്ചവെച്ചുകൊണ്ടാണ് കേട്ടോ ഇവരെ സ്റ്റേജിലേക്ക് എതിരേറ്റി കൊണ്ടുവന്നത്. അപ്പോൾ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഇവരെ സ്റ്റേജിലേക്ക് ആനയിക്കുകയാണ്. നമ്മൾ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നു. നല്ല ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു രീതിയിലുള്ളൊരു കല്യാണ റിസപ്ഷൻ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ഇന്നും നമ്മൾ രണ്ടുപേരും തനിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാലോ, കുട്ടികൾ മുതിർന്നു. അവരെ നമുക്ക് ഈ ബൈക്കിൽ 5 പേരും കൂടെ പോകാൻ പറ്റില്ല. പിന്നെ അവരും തന്നെ ഇപ്പോൾ മുതിർന്നപ്പോൾ അച്ഛനും അമ്മയും പോയിട്ട് വരുമെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ്, അതായത് ഓഡിയൻസിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ നമുക്ക് വല്ലാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അത് ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങളും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, പൂത്തിരി കത്തിക്കലും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ നവവധൂവരന്മാരെ സ്റ്റേജിലേക്ക് ആനയിക്കുകയാണ്. അങ്ങനെ അവർ സ്റ്റേജിൽ കയറി കുറച്ച് നേരമുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അങ്ങനെ പിന്നെ നമ്മൾ വേഗം ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫുഡ് അടിച്ച് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും അവർ പിന്നെ നവവധൂവരന്മാർ സ്റ്റേജിലേക്ക് കയറി. ഇനിയിപ്പോൾ അവരവിടെ സീറ്റിൽ ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കല്യാണ റിസപ്ഷൻ പരിപാടി ഇവിടുന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സമയമില്ല, സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേഗം എങ്ങോട്ടെത്തി? അതേ, നമ്മുടെ ഫുഡ് അടിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഫസ്റ്റ് ഒരു സെറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് വല്ലാതെ തിരക്കായിട്ടുമില്ല. നമുക്ക് വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ്. 2-3 കൗണ്ടർ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു കൗണ്ടർ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് വെജിൻ്റെ കൗണ്ടറാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു നോൺ വെജിൻ്റെ കൗണ്ടർ വീണ്ടും ഉണ്ട്. വീണ്ടും ഇപ്പുറത്ത് ദോശ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കഴിക്കാനിരിക്കുകയാണ്. പൊറോട്ട, പിന്നെ നൂൽപുട്ട്, റൈസ്, നമ്മുടെ സാധാരണ കല്യാണങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ.
വാഹനങ്ങൾക്കിടയിലൂടെ ഹരിയേട്ടൻ്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാനതിൻ്റെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ തിരക്കിലൂടെ വേണം ഹരിയേട്ടനെ ബൈക്കുമായിട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ എവിടേക്കും പോകുന്നില്ല. പുലാപ്പറ്റയിൽ നമ്മൾ തറവാട്ടിലേക്കോ അതല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാലുവേട്ടൻ്റെ അരുവിൻ്റെയൊക്കെ വീട്. അവർ താമസിക്കുന്ന വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല, കാരണം നമുക്ക് തീരെ സമയമില്ല. അപ്പോൾ അതാ ഹരിയേട്ടൻ ബൈക്കുമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എന്താ പറയുക, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഹരിയേട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു. നമ്മൾ തിരിച്ച് കയറുകയാണ് കേട്ടോ. ഈ ഒരു കുന്ന് കയറുന്നില്ല, അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ബാലുവേട്ടൻ്റെയൊക്കെ വീട്. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ തിരിച്ചെത്തി. ഇനി മറ്റൊരു വിശേഷവുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഇപ്പോൾ തൽക്കാലം ബൈ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.